തൃശൂർ കുന്നംകുളത്ത് കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണു. വടക്കാഞ്ചേരി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. അപകട സമയത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, തൃശൂരിൽ തന്നെയാണ് ഒരു കെട്ടിടം തകർന്നു വീണ് 3 അതിഥി തൊഴിലാളികൾക്ക് ഇന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തൃശൂർ ജില്ലയിൽ ഇത്തരം കെട്ടിടങ്ങൾ അധികമുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, തൃശ്ശൂരിൽ വിവിധ സ്ഥലങ്ങളിലായി ഇത്തരം കെട്ടിടങ്ങൾ നിരവധിയാണ്. ഇത് സംബന്ധിച്ചുള്ള പരാതികളും ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന ആവശ്യവും ശക്തവുമാണ്. പക്ഷേ അത്തരം സംഭവങ്ങളും പരാതികളും നിലനിൽക്കെയാണ് ഇന്ന് രാവിലെ കൊടകരയിൽ കെട്ടിടം തകർന്നു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ചത്. ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകമാണ് ഇപ്പോൾ കുന്നംകുളത്തും സമാനമായ രീതിയിലൊരു അപകടമുണ്ടായിരിക്കുന്നത്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ഇരുനില കെട്ടിടമാണ് തകർന്നു വീണിരിക്കുന്നത്. വൈകിട്ട് 6:39 അപകടം നടക്കുന്നത്. 10-ലധികം വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ആ സമയത്ത് ആളുകളൊന്നും ഇല്ലാതിരുന്നതാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇവിടെ തകർന്നു വീണതും കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്. ഓടുകൊണ്ടും ഷീറ്റ് കൊണ്ടും നിർമ്മിച്ച കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആളുകൾ ആരും ഈ സമയത്ത് ഇവിടെ ഇല്ലാതിരുന്നത്, വഴിയാത്രക്കാരടക്കം ഇല്ലാതിരുന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. തൃശൂർ കൊടകരയിൽ നടന്ന അപകടത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് സമാനമായ രീതിയിൽ മറ്റൊരു കാലപ്പഴക്കം ചെന്ന കെട്ടിടം കൂടി തകർന്നു വീണിരിക്കുന്നത്. തൃശൂർ കൊടകരയിലോ കുന്നംകുളത്തോ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ അപകടാവസ്ഥയിലായ നിരവധി കെട്ടിടങ്ങളുണ്ട്. കാലവർഷം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഇത്തരം കെട്ടിടങ്ങളിൽ നിന്നും ആളുകൾക്ക് സുരക്ഷിതത്വം വേണമെന്നുള്ളൊരു ആവശ്യവും ശക്തമാണ്. തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഇടപെട്ടുകൊണ്ട് ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ലക്ഷ്മി, ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.